നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് അടച്ചുപൂട്ടാൻ ചാലക്കുടി നഗരസഭാ കൌൺസിലിന്റെ തീരുമാനം. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച സ്ഥാപനത്തിന് പ്രവർത്തനാനുമതി നൽകിയത് ക്രമവിരുദ്ധമായാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കൈവശാവകാശ രേഖയും ലൈസൻസും റദ്ദാക്കാൻ ഇന്ന് ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായത്. ഐകണ്ഠേനയാണ് കൌൺസിൽ തീരുമാനം പാസാക്കിയത്. ഡി സിനിമാസ് നിർമ്മാണത്തിനായി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചെന്നും പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്നുമുള്ള ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന മുൻ നഗരസഭാ കൌൺസിൽ ശുപാർശ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വിഷയം ചർച്ച ചെയ്യാൻ മാത്രമായി അടിയന്തര യോഗം വിളിച്ചത്. ക്രമക്കേട് നടന്നത് തങ്ങളുടെ കാലത്തല്ല എന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വാദിച്ചെങ്കിലും ചട്ടങ്ങൾ മറികടന്നാണ് നിർമ്മാണമെന്ന് അംഗങ്ങൾ സമ്മതിച്ചു. അഴിമതിയും ക്രമക്കേടുമുണ്ടെന്ന ഇരുവിഭാഗങ്ങളും സ്ഥിരീകരിച്ചതോടെ തിയേറ്ററിന്റെ ലൈസൻസും ഓക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റും റദ്ദാക്കണമെന്ന് LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ അംഗങ്ങളും ഇക്കാര്യത്തോട് യോജിച്ചതോടെ ഏകകണ്ഠേന തീരുമാനം പാസായി. നമ്മുടെ ഡി സിനിമാസിന് നൽകിയ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൌൺസിൽ യോഗം റദ്ദ് ചെയ്യാനാണ് ഈ കൌൺസിൽ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ ലൈസൻസും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ തിയേറ്ററിൽ ഇനി ലൈസൻസും കൊടുക്കാൻ സാധിക്കില്ല. പ്രവർത്തനാനുമതി ലഭ്യമായ കാലയളവിലെ നഗരസഭാ ചെയർമാനും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ VO പൈലപ്പൻ മുൻ ഭരണസമിതിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. നഗരത്തിലെ മറ്റൊരു സ്വകാര്യ തിയേറ്ററിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് അഴിമതിയുണ്ടെന്ന ആരോപണങ്ങളും കൌൺസിലിൽ ഏറ്റുമുട്ടലിന് വഴിയൊരുക്കി. വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാൽ ഇത് കഴിയും വരെ പ്രവർത്തനാനുമതി നൽകാനാവില്ലെന്നും തിയേറ്റർ അടച്ചുപൂട്ടണമെന്നും ചൂണ്ടിക്കാട്ടി മാനേജർക്ക് നഗരസഭ നോട്ടീസ് നൽകും. നാളെ മുതൽ ഡി സിനിമാസിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് നിർദ്ദേശിക്കുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഞ്ജുവിന് മുൻപ് ദിലീപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നുവെന്ന് സംശയം. പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു. അടുത്ത ബന്ധുവിനെയാണ് ദിലീപ് വിവാഹം ചെയ്തതെന്നും ആ പെൺകുട്ടി നിലവിൽ വിദേശത്തെന്നും പോലീസിന് സൂചന ലഭിച്ചു. മഞ്ജു വാര്യരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചതായാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പാണ് ഈ വിവാഹം നടന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. ദിലീപിന്റെ അടുത്ത ബന്ധുവായിരുന്നു പെൺകുട്ടി. ആലുവ ദേശം സബ് രജിസ്ട്രാർ ഓഫീസിലായിരുന്നു വിവാഹ രജിസ്ട്രേഷൻ നടന്നത്. ഇത് സംബന്ധിച്ച് രേഖകൾ കണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. വിവാഹത്തിന് മിമിക്രി രംഗത്തെ ചിലർ സാക്ഷികളായിരുന്നെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ദിലീപ് സിനിമയിലെത്തി മഞ്ജുവുമായി പ്രണയത്തിലായപ്പോൾ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും മധ്യസ്ഥ ചർച്ചകൾ നടത്തി ഈ പെൺകുട്ടിയെ ഒഴിവാക്കുകയായിരുന്നു. 1998 ദിലീപ് മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചത്. ആദ്യ ഭാര്യ ഇപ്പോൾ വിദേശത്തെന്നാണ് പോലീസ് പറയുന്നത്. ഇവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തേക്കും. കഴിഞ്ഞ ദിവസം ദിലീപിന്റെ സഹോദരി ഭർത്താവിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു. ആദ്യ വിവാഹം സംബന്ധിച്ച് ഇയാളിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംവിധായകൻ നാദിർഷയെ വീണ്ടും ചോദ്യം ചെയ്യും. പൾസർ സുനിയുമായി നടത്തിയ സംശയകരമായ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുക. ജോർജ് സ്പൂരം സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ചിലരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. ജയിലിൽ നിന്ന് പൾസർ സുനി നാദിർഷയെ പലതവണ വിളിച്ചതിന്റെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. പൾസർ സുനി വിളിച്ച ഉടൻ തന്നെ നാദിർഷ ദിലീപിനെ വിളിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ സുനിയെ അറിയില്ല എന്നാണ് നാദിർഷ പറഞ്ഞിരുന്നത്. എന്നാൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ജയിലിലെത്തിയ സുനിയെ ചോദ്യം ചെയ്തപ്പോൾ നാദിർഷയുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. ഈ പശ്ചാത്തലത്തിലാണ് നാദിർഷയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ നാദിർഷയുടെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും കേസിൽ പ്രതിയാകുമെന്നാണ് സൂചന. ഗൂഢാലോചനയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്ന അപ്പുണ്ണിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. അപ്പുണ്ണിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ദിലീപും പൾസർ സുനിയും കൂടിക്കാഴ്ച നടത്തിയ ജോർജ് സ്പൂരം സിനിമയുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ചില അണിയറ പ്രവർത്തകരിൽ നിന്നും ഉടൻ മൊഴിയെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സുരക്ഷാ ചെലവിനായി അബ്ദുൽ നാസർ മഅദനിയോട് 15 ലക്ഷത്തോളം രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ട കർണാടക സർക്കാരിന് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ പോകാൻ അനുമതി നൽകിയ സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാതിരിക്കാനാണോ കർണാടക സർക്കാരിന്റെ ശ്രമമെന്ന് കോടതി ചോദിച്ചു. മഅദനിക്കൊപ്പം പോകുന്ന ഉദ്യോഗസ്ഥരുടെ യാത്രാബത്തയും ദിനബത്തയും മാത്രം ഉൾപ്പെടുത്തി ന്യായമായ തുക എത്രയാണെന്ന് നാളെ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. രോഗബാധിതയായ മാതാവിനെ കാണാനും മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനുമായി കേരളത്തിലേക്ക് പോകാനിരിക്കുന്ന അബ്ദുൽ നാസർ മദനിയിൽ നിന്നും ഭീമമായ തുക ഈടാക്കാനുള്ള കർണാടക സർക്കാർ നീക്കത്തിനാണ് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റത്. മദനിയിൽ നിന്നും ഇത്രയും തുക ഈടാക്കുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി ആരാഞ്ഞു. അബ്ദുൽ നാസർ മദനി പോലീസുകാരുടെ തൊഴിൽദാതാവല്ലെന്നും വിചാരണ തടവുകാരന് സുരക്ഷ ഒരുക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ചുമതലയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി.
സുരക്ഷയ്ക്കായി മദനിക്കൊപ്പം പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യാത്രാബത്തയും ദിനബത്തയും മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ. ഈ തുക എത്രയാണ് എന്നുള്ള കാര്യം നാളെ കോടതിയെ അറിയിക്കണം. സുരക്ഷാ ചിലവിലേക്കുള്ള ന്യായമായ തുക മാത്രമേ മദനിയിൽ നിന്നും ഈടാക്കാൻ പാടുള്ളൂവെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം കർണാടക സർക്കാർ ലംഘിക്കുകയാണ് ചെയ്തതെന്നും ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മദനിക്ക് കേരളത്തിൽ പോകാൻ അനുമതി നൽകിയ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാതിരിക്കാനാണോ കർണാടക സർക്കാരിന്റെ ശ്രമമെന്നും കോടതി ചോദിച്ചു. മദനിക്ക് കേരളം സുരക്ഷ നൽകേണ്ട കാര്യമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നാളെ കർണാടക സർക്കാർ ചിലവ് കണക്ക് സമർപ്പിച്ചതിന് ശേഷം സുപ്രീം കോടതി മദനിയുടെ ഹർജിയിൽ വിധി പറയും. സുരക്ഷാ ചിലവിലേക്കായി 15 ലക്ഷം രൂപയോളം മദനി അടക്കണമെന്നായിരുന്നു കർണാടക സർക്കാർ ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് ഇടപെടൽ ആവശ്യപ്പെട്ട് മദനി സുപ്രീം കോടതിയെ സമീപിച്ചത്. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. മാദിനി വിഷയത്തിൽ സുപ്രീം കോടതി നടത്തിയ പരാമർശം ഏറെ സ്വാഗതാർഹവും ആശ്വാസകരവുമെന്ന് PDP സംസ്ഥാന ഉപാധ്യക്ഷൻ പൂന്ത്ര സിറാജ്. സുപ്രീം കോടതി പരാമർശം കർണാടക ഭരണകൂടത്തിനേറ്റ കടുത്ത പ്രഹരമാണ്. സുപ്രീം കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും പൂന്ത്ര സിറാജ് ആവശ്യപ്പെട്ടു. മാദിനിയെ മാനസികമായും ശാരീരികമായും ദ്രോഹിക്കുന്ന നടപടിയാണ് കർണാടക സർക്കാർ സ്വീകരിക്കുന്നതെന്നും സിറാജ് പറഞ്ഞു. മാദിനിക്ക് കേരളത്തിലേക്ക് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്നും പൂന്ത്ര സിറാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീം കോടതിയുടെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശം കർണാടക ഭരണകൂടത്തിനേറ്റ കനത്ത പ്രഹരമാണ്. കർണാടക ഭരണകൂടത്തിനേറ്റ മുഖത്തെ അടിയാണ്. അതിരൂക്ഷമായിട്ടുള്ള പരാമർശമാണ്. മാന്യതയുടെ ഒരല്പമെങ്കിലും കണിക ബാക്കിയുണ്ടെങ്കിൽ നീതിന്യായ സംവിധാനത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ സുപ്രീം കോടതിയുടെ അതിരൂക്ഷമായ പരാമർശത്തിന്റെ വെളിച്ചത്തിൽ തൽസ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടുന്നതാണ്. അബ്ദുൽ നാസർ മാദിനിയോട് ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ വൻതുക ആവശ്യപ്പെട്ടത് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അറിഞ്ഞിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തുക കുറച്ചു നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം മുഖ്യമന്ത്രിയെയും PDP ഭാരവാഹികളെയും അറിയിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു. ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് ഈ വൻ തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ അപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയും സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ടു. ഇന്നലെ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്നെ അറിയിച്ചത് ഈ തുക കുറയ്ക്കാൻ ഗവൺമെൻറ് തയ്യാറാകും എന്നുള്ളതാണ്. സാധാരണ ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷൻ എടുത്ത നടപടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു ഞാൻ ഈ പറയുന്ന സമയം വരെ. അതിനുശേഷം അത് കുറയ്ക്കാമെന്ന് പറഞ്ഞതിനായിരുന്നു ഞാൻ ആ വിവരം PDP നേതാക്കളെ അറിയിച്ചതാണ്. കേരള മുഖ്യമന്ത്രിയോട് ഞാൻ ഈ കാര്യം സംസാരിച്ചു. പ്രവാസികൾക്ക് ഇന്ത്യൻ എംബസികളിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്ന് CPIM. നാട്ടിൽ പകരക്കാരനെ കൊണ്ട് വോട്ട് ചെയ്യുന്ന പ്രോക്സി സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പ്രവാസി ഇന്ത്യക്കാർക്ക് നാട്ടിൽ പകരക്കാരനെ വെച്ച് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്ന തരത്തിൽ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തിന് എതിരെയായിരുന്നു യെച്ചൂരിയുടെ പ്രതികരണം. So we think this is wrong. The NRIs can come back to vote. They're most welcome. If they are not in a position to come back to vote, it's very sad and unfortunate. But they cannot be a proxy voting on their basis. And the answer to this is where there are a large number of Indians working in various parts of the world. This is a practice followed by mature democracies the world over, that there will be a polling booth in their embassies. പ്രോക്സി വോട്ട് രേഖപ്പെടുത്താൻ അനുമതി നൽകിയ തീരുമാനം സ്വാഗതാർഹമെന്ന് പ്രവാസി വോട്ടവകാശത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച ഡോക്ടർ ഷംസീർ വയലിൻ. കാലക്രമേണ പ്രവാസികൾക്ക് നേരിട്ട് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവാസികളും വോട്ട് ബാങ്ക് ആകുന്നതോടെ അവരുടെ പ്രശ്നങ്ങളും പരാതികളും വേഗം പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. പ്രോക്സി വോട്ടിംഗ് NRIസിന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തു എന്നുള്ളൊരു നല്ല വാർത്തയാണ് നമ്മൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും ഒരു ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത സ്ഥിതിയിൽ ഒന്നെങ്കിൽ ഈ സെഷനിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു മൺസൂൺ സെഷനിലെങ്കിലും ഇത് കൊണ്ടുവന്ന് നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവാസികൾ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളെ ഇതുവരെയുള്ള ആവശ്യങ്ങളും പരാതികളൊക്കെ ഇനി വളരെ പ്രാധാന്യത്തോടു കൂടി ഗവൺമെന്റുകൾ നോക്കി കാണേണ്ടി വരും. കാരണം ഒരു എത്രയോ വർഷമായിട്ട് നടക്കുന്ന വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ NRIസിന് ഒരു റോളും ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കാരണം ഒരു പുതിയ ഒരു ഡൈനാമിക്സ് ഇലക്ഷൻസിൽ വരാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ കണക്ക്.
തളിപ്പറമ്പിൽ കൊല്ലപ്പെട്ട റിട്ടയർഡ് രജിസ്ട്രാർ ബാലകൃഷ്ണന്റെ സ്വത്ത് തട്ടിയെടുത്തത് പോലീസ് സഹായത്തോടെയെന്ന് ആരോപണം. തിരുവനന്തപുരത്തെ വീടും സ്ഥലവും തട്ടിയെടുത്തത് പോലീസിനെ ഉപയോഗിച്ച് തട്ടിപ്പ് എതിർത്ത റെസിഡന്റ് അസോസിയേഷനെതിരെ കേസ് നൽകി. ശൈലജ പോലീസിനെ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് അസോസിയേഷൻ പറയുന്നു. വ്യവസായി VM രാധാകൃഷ്ണന്റെ പാലക്കാട്ടെ ഓഫീസിലും വീട്ടിലും എൻഫോഴ്സ്മെന്റ് പരിശോധന. മലബാർ സിമന്റ്സിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് പരിശോധന നടത്തിയത്. കമ്പനിക്ക് വേണ്ടി പ്രൊപ്പലിൻ ചാക്കുകൾ, ട്രൈഫ്ലൈ, ആഷ് തുടങ്ങിയവ വാങ്ങിയതിലും കടത്തുകൂലിയിൽ ക്രമക്കേട് നടത്തിയതായും നേരത്തെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ചരക്ക് കടത്തിലൂടെ 16 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ആകെ 22.5 കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നത്. വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. കേസന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. കൊച്ചി മെട്രോയിലെ ഉയർന്ന സൗകര്യങ്ങളിലും യാത്രാ സുരക്ഷയിലും യാത്രക്കാർ തൃപ്തരെന്ന് സർവേ ഫലം. എന്നാൽ ഉയർന്ന യാത്രാ നിരക്ക് സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡിവാലർ മാനേജ്മെന്റ് കൺസൾട്ടൻസ് നടത്തിയ പ്രഥമ മെട്രോ സർവേയുടെ റിപ്പോർട്ട് കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ വ്യത്യസ്ത സമയങ്ങളിലായി യാത്രക്കാരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടിയാണ് സർവേ നടത്തിയത്. യാത്രാ നിരക്ക്, സ്ത്രീകളുടെ യാത്രാ സുരക്ഷ തുടങ്ങി 9 കാര്യങ്ങളായിരുന്നു സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. യാത്രാ നിരക്കിനെക്കുറിച്ച് ജനങ്ങൾ ആശങ്കാകുലരാണെന്ന് സർവേ റിപ്പോർട്ട് പറയുന്നു. ദിവസേന മെട്രോ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. ജോലിക്കായും പഠനത്തിനായും മെട്രോയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും കുറവാണ്. മെട്രോ ലാഭകരമായി മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരം ആശങ്കകൾക്ക് പരിഹാരം കാണണമെന്ന് സർവേ നിർദ്ദേശിക്കുന്നു. മെട്രോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള യാത്രികരുടെ നിർദ്ദേശങ്ങളും സമാഹരിച്ചതായി സർവേ സംഘടിപ്പിച്ച ഡിവാലർ മാനേജ്മെന്റ് കൺസൾട്ടൻസ് MD സുധീർ ബാബു പറഞ്ഞു. മെട്രോ ആരംഭിച്ചതിന് ശേഷം ഇത്തരം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടോ, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയുന്നതിന് വേണ്ടി നാം നടത്തിയ ഒരു സർവേയാണ്. അതിൽ 9 ചോദ്യങ്ങളാണ് നമ്മൾ ഈ സർവേയിൽ ചോദിച്ചിരുന്നത്. ഈ ജനങ്ങളുടെ ഇത്തരം ആശങ്കകളും അഭിപ്രായങ്ങളും മെട്രോയുടെ സർവീസിനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകളുമാണ് നമ്മൾ ഈ സർവേയിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. സർവേ ഫലം എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MLA പ്രകാശനം ചെയ്തു. സർവേ റിപ്പോർട്ട് KMRL MD ഏലിയാസ് ജോർജിനും മുഖ്യ ഉപദേശകൻ E ശ്രീധരനും സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തെ ജ്വല്ലറികളിൽ ലീഗൽ ആൻഡ് മെട്രോളജി വിഭാഗത്തിന്റെ പരിശോധന. സംസ്ഥാനത്തെ 230 ജ്വല്ലറികളിൽ നടത്തിയ പരിശോധനയിൽ അളവ് തൂക്കവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. സ്വർണ്ണാഭരണങ്ങൾ തൂക്കി നൽകുന്ന ത്രാസുകൾ സീൽ ചെയ്യാത്തതും സ്വർണത്തിന്റെ ക്യാരറ്റ് രേഖപ്പെടുത്തി നൽകാത്തതും ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ പരിശോധനാ സംഘം കണ്ടെത്തി. ക്രമക്കേടുകൾ കണ്ടെത്തിയ 95 ജ്വല്ലറികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജ്വല്ലറികളെ കുറിച്ച് ചില പരാതികൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ച P. കരുണാകരൻ MPയെ ലോക്സഭയിൽ BJP MPമാർ തടഞ്ഞു. കൊലപാതകങ്ങളെക്കുറിച്ച് BJP MPമാർ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് P. കരുണാകരൻ MP പറഞ്ഞു. പ്രസംഗം പൂർത്തീകരിക്കാൻ സ്പീക്കർ സുമിത്ര മഹാജനും അനുവദിച്ചില്ല. കേരളത്തിൽ ദളിതരെ കൂട്ടക്കൊല ചെയ്യുന്നുവെന്ന BJP അംഗത്തിന്റെ പരാമർശത്തെ തുടർന്ന് രാജ്യസഭയിലും ഇടത് MPമാർ പ്രതിഷേധിച്ചു. CPIM പാർലമെന്ററി പാർട്ടി നേതാവായ P. കരുണാകരൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഭരണപക്ഷ ബെഞ്ചുകൾ പ്രസംഗം തടസ്സപ്പെടുത്താനായി രംഗത്തെത്തി. തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് BJP എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങിയതോടെ ഇടത് MPമാരും പ്രതിരോധം തീർത്തു. അല്പസമയത്തേക്ക് ലോക്സഭ നിർത്തിവച്ചു. പിന്നീട് പുനരാരംഭിച്ചപ്പോൾ P. കരുണാകരൻ MPയെ സ്പീക്കർ സംസാരിക്കാൻ ക്ഷണിച്ചില്ല. ഇതോടെ വീണ്ടും പ്രതിഷേധമുയർന്നു. തുടർന്ന് MPക്ക് സ്പീക്കർ അല്പസമയം അനുവദിച്ചു. അതിനുശേഷം മൈക്ക് ഓഫ് ചെയ്തു. രാഷ്ട്രീയ ആക്രമണങ്ങളെക്കുറിച്ച് പറയവേ ഇന്നലെ BJP MPമാർ ലോക്സഭയിൽ അംഗങ്ങളല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരെ പരാമർശിച്ചത് സഭാരേഖയിൽ നിന്നും നീക്കണമെന്ന് ഇതിനിടയിൽ കരുണാകരൻ MP ആവശ്യപ്പെട്ടു. I am sorry to say that some of the respected members of the ruling party made serious allegations against the CPIM leaders, including Chief Minister of Kerala and the Secretary of the State Committee. There is no justification giving the names of the Chief Minister of Kerala. ബാങ്കിംഗ് റെഗുലേഷൻ ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കിടെ CPIM MP CN ജയദേവൻ സ്പീക്കർ സുമിത്ര മഹാജനെ വിമർശിച്ച് രംഗത്തെത്തി. P. കരുണാകരൻ MPയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ശരിയായ നടപടിയായില്ലെന്ന് പറഞ്ഞ അദ്ദേഹം വെറും 2 MPമാരുമായി BJP സഭയിലുണ്ടായിരുന്ന കാലം ഓർക്കണമെന്നും പറഞ്ഞു. അതേസമയം രാജ്യസഭയിലും വിഷയം പ്രതിഷേധമുയർത്തി. ദളിതരെ കേരളത്തിൽ കൂട്ടക്കൊല ചെയ്യുന്നുവെന്ന മഹാരാഷ്ട്ര MP വിനയ് P. സഹസ്രാബ്ദയുടെ പ്രസ്താവനയ്ക്കെതിരെ KK രാഗേഷ് MP അടക്കമുള്ളവർ പ്രതിഷേധിച്ചു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് ഉപാധ്യക്ഷൻ PJ കുര്യനും BJPയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ബിജെപിയിലെ അഴിമതിയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ബിജെപിയിൽ പൊട്ടിത്തെറി. കുറ്റ്യാടി മണ്ഡലം ജനറൽ സെക്രട്ടറി ഇടക്കുടി മനോജ് കുമാർ രാജിവെച്ചു. വ്യാജ റെസീറ്റ് ചോർത്തി നൽകിയെന്ന പരാതിയിൽ വടകരയിലെ കോളേജ് അധ്യാപകനെ ബിജെപി നേതാക്കൾ ചേർന്ന് മർദ്ദിച്ചതിന് പിന്നാലെയാണ് മണ്ഡലം ഭാരവാഹിയുടെ രാജി. കോഴിക്കോട് നടന്ന ബിജെപി നാഷണൽ കൌൺസിൽ നടത്തിപ്പിനായി വ്യാജ റെസീറ്റ് ഉപയോഗിച്ച് പണം തട്ടിയ സംഭവത്തിലാണ് ജില്ലയിലെ ബിജെപിയിൽ ചേരിപ്പോര് മുറുകുന്നത്. അടുത്തിടെ ഉയർന്നുവന്ന അഴിമതികളെ പ്രതിഷേധിച്ച് കുറ്റ്യാടി മണ്ഡലം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എടക്കുടി മനോജ് കുമാറാണ് രാജി പ്രഖ്യാപിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പാർട്ടി അംഗത്വത്തിൽ നിന്നും മനോജ് രാജിവെച്ചു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാർട്ടിയിൽ തുടരാനാവില്ലെന്ന നിലപാടിലാണ് മനോജ് കുമാർ. ഇന്ത്യയുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ, കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇത്രയും അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് പാർട്ടിയെ എത്തിപ്പെട്ട ഒരു സംഭവം ഇത്ര ദിവസവുമായിട്ട് പാർട്ടിക്കുള്ളിലെ കുലംകുത്തികളെ കണ്ടെത്താൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചോ പാർട്ടി? ഇത്തരത്തിലുള്ള നിസ്സംഗാവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ധാരാളം പ്രവർത്തകന്മാരും നേതാക്കന്മാരും വളരെ നിരാശയിലാണ്. വമ്പിച്ച നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ. ഭാവി പരിപാടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും മനോജ് കുമാർ വ്യക്തമാക്കി. വ്യാജ റസീറ്റ് ചോർത്ത് നൽകിയെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം വടകര ചെരണ്ടത്തൂർ MHES കോളേജ് അധ്യാപകനും BJP ബൂത്ത് പ്രസിഡന്റുമായ ശശികുമാറിനെ BJP നേതാക്കൾ മർദ്ദിച്ചിരുന്നു. സംഭവത്തിൽ കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് PP മുരളി അടക്കം 15 പേർക്കെതിരെ പയ്യോളി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. വ്യാജ റസീറ്റില്ലെന്ന് BJP സംസ്ഥാന നേതൃത്വം ആണയിടുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദം കോഴിക്കോട് BJPയിൽ പുകയുന്നത്. AK ലതീഷ്, കോഴിക്കോട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സ്ത്രീശക്തി പുരസ്കാരങ്ങൾ നടൻ മമ്മൂട്ടി കൊച്ചിയിൽ വിതരണം ചെയ്തു. വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച അഞ്ജു ബോബി ജോർജ്, ഗായിക സുജാത മോഹൻ, കളരി പരിശീലക മീനാക്ഷി ഗുരുക്കൾ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. വനിതകൾക്ക് മാത്രമായുള്ള വായ്പാ പദ്ധതി മമ്മൂട്ടിയും സീമാട്ടി CEO ബീന കണ്ണനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് CEO VG മാത്യു അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാരായ തോമസ് K. ജോസഫ്, G. ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.